സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ശേഷം വിജയ് പല ജനപ്രിയ തീരുമാനങ്ങളിലും ഒപ്പിട്ടിരുന്നു. അതിലേറ്റവും ശ്രദ്ധേയം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട സിംഗപ്പെണ്ണ് എന്ന പ്രത്യേക സ്ക്വാഡാണ്. അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ നീക്കങ്ങൾ തടയാൻ, അതായത് ലഹരി മരുന്നുകൾ തടയാനായി എല്ലാ ജില്ലകളിലും ആന്റി നർക്കോട്ടിക് ടീം അത്തരത്തിലും നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഓഫീസിലെത്തി ഒന്നാം ദിനം വിജയുടെ മാസ് ഉത്തരവ് എന്ന് തന്നെ പറയണം. തമിഴകത്ത് 717 മദ്യശാലകൾ പൂട്ടും. ടാസ്മാക്കിന്റെ മദ്യശാലകളാണ് പൂട്ടുന്നത്. സംസ്ഥാനത്താകെ ടാസ്മാക്കിന് 4765 മദ്യശാലകളാണ് ഉള്ളത്. പൊതുജന താൽപര്യാർത്ഥവും അതോടൊപ്പം തന്നെ സുരക്ഷയും യുവജനക്ഷേമവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ താഴെത്തട്ടിലേക്ക് നൽകിയിരുന്നു. അതനുസരിച്ച് ആണ് ഈ നടപടി. സംസ്ഥാനത്താകെ 4705 മദ്യശാലകളാണ് ടാസ്മാക്കിന് ഉള്ളത്. ഇതിൽ 717 എണ്ണമാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ പൂട്ടണം എന്ന് മുഖ്യമന്ത്രി വിജയ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശം നൽകിയിരിക്കുന്ന മദ്യശാലകൾ 500 മീറ്റർ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്നവയാണ്. അതായത് സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, പള്ളികൾ, അതോടൊപ്പം തന്നെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതു ബസ് സ്റ്റാൻഡ്, ബസ് ടെർമിനൽ, ഇവിടങ്ങളിലൊക്കെ ഈ പ്രദേശത്തിൻ്റെ 500 മീറ്റർ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന മദ്യശാലകളാണ് ഇപ്പോൾ പൂട്ടാനായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തിനും അതോടൊപ്പം തന്നെ ടാസ്മാക്കിൻ്റെ ഉദ്യോഗസ്ഥരോടും ഇത് സംബന്ധിച്ച സർവേ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ച് അവർ സർവേ നടത്തി. ആ സർവേയിലാണ് 186 മദ്യശാലകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 500 മീറ്റർ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്നും അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡുകളുടെ 500 മീറ്റർ പരിധിക്കുള്ളിൽ 255 മദ്യശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ട് നൽകിയത്. ഇങ്ങനെ ഇത്തരത്തിൽ 276 മദ്യശാലകൾ ആരാധനാലയങ്ങൾക്ക് സമീപവും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആകെ 717 മദ്യശാലകളാണ് പൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ നടപടി പൂർത്തിയാക്കണം എന്നാണ് മുഖ്യമന്ത്രി വിജയുടെ കർശന നിർദ്ദേശം. ഇത് പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ട് നൽകണം എന്നുകൂടി ഈ ഉത്തരവിൽ ഉണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ 717 മദ്യശാലകൾ ഒറ്റയടിക്ക് അടച്ചുപൂട്ടുമ്പോൾ സമീപത്തെ ഔട്ട്ലെറ്റുകളിൽ തിരക്ക് നിയന്ത്രണാതീതമാകും എന്ന ആശങ്കയുണ്ട്. ആ ആശങ്ക കൂടി കണക്കിലെടുത്ത് അവിടെ കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം നടപ്പാക്കണം എന്ന നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി വിജയ് നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും പൊതുജന താൽപര്യാർത്ഥമാണ് ഈ ഉത്തരവ് എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പൂട്ടി നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് നൽകിയ ശേഷമാകും ഇക്കാര്യത്തിൽ ഈ പൂട്ടിയ ഔട്ട്ലെറ്റുകൾ പൂട്ടിയ പശ്ചാത്തലത്തിൽ സമീപത്തെ ഔട്ട്ലെറ്റുകളിൽ തിരക്ക് കൂടിയാൽ അതിന് എന്ത് നടപടി സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക.